ബിഗ് ബോസ് മലയാളം സീസൺ 7 അനിമോൾ ഗാർഡൻ ഏരിയയിൽ വന്നിരുന്ന് കരയുവാണ്. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് അനിമോൾക്ക് നേരെ എല്ലാവരും ഭയങ്കരമായിട്ടും കുറേയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അനിമോൾ വന്നിരുന്ന് കരയുവാണ്. കാരണം രാവിലെ തൊട്ട് ഒറ്റക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുകയാണ്. ഒരു കറിയുടെ പ്രശ്നത്തിലാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അനിമോൾക്കെതിരെ തിരിഞ്ഞത്. പക്ഷേ അനീഷ് മാത്രമേ ഉള്ളായിരുന്നു അനിമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. കിച്ചണിലും ആരും കയറാത്തപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതും അനീഷാണ്. ബാക്കി ജോലിയെല്ലാം ചെയ്യുന്നത് അനിമോളാണ്. അപ്പം കരഞ്ഞപ്പം അനീഷ് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, അനിമോളെ കരയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ചേട്ടാ പിന്നെ ഞാൻ ചെയ്തത് തെറ്റല്ലല്ലോ, കറി മാറ്റി വെച്ചത്. ഈ നെവിനൊക്കെ ഇടയ്ക്ക് ചോറ് ചോദിക്കും, അപ്പോൾ അവർക്ക് ഇച്ചിരി ചോറും കൊടുക്കാം കറിയും കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ വിളമ്പി കൊടുത്തിട്ടാണ് ഞാനത് മാറ്റി വെച്ചത്. ഞാൻ മുമ്പും അങ്ങനെ ചെയ്യും, അതല്ലേ ഞാൻ ഇന്നും ചെയ്തുള്ളൂ. അല്ലെ പിന്നെ എങ്ങനെ അവർ ആ ചോറ് തിന്നും? അതുകൊണ്ടാണ് എല്ലാവർക്കും ചോറിൽ കൂടുതലും ഞാൻ കറി കൊടുത്തില്ലേ. ആരും ഒന്ന് കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്യത്തില്ല, അതിലേക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഞാനും ഇതൊന്നും പഠിച്ചിട്ട് വന്നതല്ല, പിന്നെ ഞാനങ്ങ് കുക്ക് ചെയ്യുന്നതാണ് ഇത്രയും പേർക്ക്. അതും ഇത്രയും ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഞാൻ കയറണ്ടെന്ന് ഓർത്താണ്. ആര്യന് അക്ബറിന് അന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ആ പ്രശ്നത്തിന് ശേഷം പിന്നെയും കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് ഞാൻ കയറി കുക്ക് ചെയ്തത്. എന്നിട്ട് എല്ലാവരും നന്ദികേട് കാണിച്ച് കണ്ടേട്ടാ. എനിക്ക് ഇവിടെ നിൽക്കണമെന്നില്ല, എന്നെ ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ, മനസ്സമാധാനമെങ്കിലും കിട്ടുമല്ലോ. ഒരു മനുഷ്യന് വേണ്ടത് അതല്ലേ ചേട്ടാ. ചേട്ടൻ മാത്രം ഒന്ന് കയറി ഹെൽപ്പ് ചെയ്യും, ബാക്കിയെല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ പറയാവോ? ഇനി ഞാൻ കയറത്തില്ല ചേട്ടാ, ഇനി ഒന്നിനും ഞാൻ കുക്ക് ചെയ്യാൻ കയറത്തില്ല എന്ന് പറഞ്ഞാൽ അനീഷ് ചേട്ടനോട് കരഞ്ഞു പറയണം, എനിക്കിവിടെ നിൽക്കണ്ട, ഒന്ന് പോയാൽ മതി, എന്നെ ഒന്ന് ബിഗ് ബോസ് പറഞ്ഞു വിട്ടിരുന്നെങ്കിലെന്നും പറഞ്ഞ് കരയുവാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.